അപ്പോൾ ഇന്ന് നമ്മൾ തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് സിമ്പിളായിട്ട് തയ്ക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫ്രോക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. നമ്മൾ തുടക്കത്തിൽ തന്നെ നല്ല തുണിയൊന്നും ഉപയോഗിച്ചിട്ടൊന്നും ഫ്രോക്കൊന്നും തയ്ക്കൂല അല്ലേ. അപ്പോൾ അങ്ങനത്തെ ഉള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇത് നമ്മൾ തയ്ച്ചിട്ടുള്ളത് പഴയ ചുരിദാർ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ടാണ് നമുക്കിത് ആർക്ക് വേണമെങ്കിലും തയ്ച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫ്രോക്കാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ, ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആദ്യം തന്നെ നമ്മൾ ഈ ചുരിദാർ 4 ആക്കിയിട്ട് മടക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇതിൻ്റെ താഴ്വശത്തിൽ നിന്നുകൊണ്ട് നമ്മൾ സ്കേർട്ടിനുള്ള ഭാഗമാണ് അളന്നെടുക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അടിവശം മടക്കി തയ്ക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ നല്ല ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അടിവശം ഇങ്ങനെ മടക്കി തയ്ക്കുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ഇതിന് സ്കേർട്ട് ഭാഗമാണ് ഇട്ടെടുക്കുന്നത്. അപ്പോൾ ആദ്യം താഴെ നിന്ന് ഒരു 12 ഇഞ്ചിൽ ഞാൻ മുകളിലേക്ക് വരച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇനി മുകളിൽ നിന്ന് ഭാഗത്തു നിന്നാണ് നമ്മൾ ഇനി യോക്കിനുള്ള തുണി കട്ട് ചെയ്യണത്. അപ്പോൾ ഒരു 2 വയസ്സുള്ള കുട്ടീൻ്റെ അളവിൽ ഞാനത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതിന് ശേഷം പിന്നെ നമ്മൾ ഇത് രണ്ടും സെപ്പറേറ്റ് ചെയ്തെടുത്താണ്. അപ്പോൾ സ്കേർട്ടിൻ്റെത് ഞാൻ അളവൊന്നും എടുക്കണില്ല, കാരണം ഇവിടെ ഞൊറിവ് വെച്ചിട്ടാണ് ഞാനിത് തയ്ച്ചെടുക്കുന്നത്. അപ്പോൾ എത്രത്തോളം നമുക്ക് തുണി കിട്ടുമോ അത്രയും എടുക്കാവുന്നതാണ് കേട്ടോ. അതിന് ശേഷം പിന്നെ ക്രോസ് പീസാണ് ഞാൻ നെക്കിന് വെക്കുന്നത്. അപ്പോൾ അതിലെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു നെക്കിന് ഈ ഒരു ക്രോസ് പീസ് വെച്ചിട്ട് തയ്ച്ചു കൊടുക്കാം. ക്രോസ് പീസ് കട്ടിങ്ങും അതുപോലെ സ്റ്റിച്ചിങ്ങും ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ടൈലറിങ് ക്ലാസ് ആണ് ഒരു പ്ലേലിസ്റ്റ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ പോയാൽ കിട്ടും. അതിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ നെക്കൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ ഷോൾഡർ ജോയിനിങ് ആണ്. അപ്പോൾ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷമൊക്കെ ഞാൻ ഇത് അപ്പുറം വരച്ചിട്ടുണ്ട്. നമ്മൾ ഈ സ്ലീവ് വരുന്നത് ഇവിടെ മടക്കി തയ്ക്കാട്ടോ ചെയ്യണത്. അപ്പോൾ ആദ്യം ഒന്ന് മടക്കിയിട്ട് ഇങ്ങനെ തയ്ച്ചിട്ട് വരും. അതിനുശേഷം വീണ്ടും ഒന്ന് മടക്കിയിട്ട് വീണ്ടും ഒന്ന് തയ്ച്ചിട്ട് വരികയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ 2.5 ഇഞ്ചിലാണ് ഷോൾഡർ എടുത്തിട്ടുള്ളത്. അതുപോലെ മെല്ലെ ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ ഇതിൻ്റെ പക്കത്ത് കൂടെ തയ്ച്ച് കൊടുക്കുക. അതിനുശേഷം വീണ്ടും മടക്കിയിട്ട് തയ്ക്കുക. അങ്ങനെ 2 സ്ലീവിന് അതുപോലെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ യോക്ക് പാർട്ട് കുറച്ചൊക്കെ കൂടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഷേപ്പ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ 2 വള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് കോട്ടൻ്റെ ഒരു ശീല ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത് സിബൊന്നും വെക്കണില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലൂസിൽ വെച്ചിട്ട് നമ്മൾ 2 വള്ളി സൈഡിൽ വെച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഈ യോക്കിൻ്റെ ഒരു ഭാഗം നമ്മൾ ക്ലോസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ല വശങ്ങൾ ഒരുമിച്ച് വെക്കുക. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കായിട്ട് ഈ ഒരു വള്ളിയും കൂടി വെച്ച് കൊടുക്കുക. ഒരു 1/2 ഇഞ്ച് മുകളിലായിട്ട് കേട്ടോ. യോക്കിൻ്റെ താഴെ വശത്തു നിന്നും 1/2 ഇഞ്ച് മുകളിലേക്കായിട്ട് വെച്ച് കൊടുത്തിട്ട് ഇത് അതുപോലെ വെച്ച് കൊടുക്കുക. 2 തുണി മുഖാമുഖം വെച്ചിട്ട് നമ്മൾ എത്രത്തോളമാണ് തയ്യൽത്തുമ്പ് വിട്ടത് ആ ഒരു അളവിന് ഇങ്ങനെ തയ്ച്ചിട്ട് കൊടുക്കുക. അപ്പോൾ യോക്കിൻ്റെ ഒരു ഭാഗം മാത്രം ഇങ്ങനെ ചെയ്തെടുക്കുക കേട്ടോ. മറ്റേ സൈഡ് ഓപ്പൺ ആണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ക്ലോസ് ആക്കിയിട്ടുണ്ട്. ഒരു ഭാഗം ഓപ്പണും ആണ് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് സ്കേർട്ടിന് ഞെറിവ് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് യോക്കിൻ്റെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ അളവ് എടുക്കണം. ആ ഒരു അളവിനാണ് നമുക്ക് സ്കേർട്ടിൻ്റെ ഞെറിവ് എടുത്ത് വരേണ്ടത്. അപ്പോൾ ഞാനിവിടെ സ്കേർട്ട് ഒരു ഭാഗം ഓപ്പൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പഴയ ചുരിദാർ ആയതുകൊണ്ട് തന്നെ 2 ഭാഗം ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഭാഗം ഞാൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട്, ഒരു ഭാഗം ക്ലോസ് തന്നെയാണ് ഈ സമയത്തും. അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡ് മുതൽ ഈ ഇതുണ്ടാവും ഇവിടെ ക്ലോസ് ആയ നമ്മൾ അടി വരുന്നുണ്ടല്ലോ, സ്റ്റിച്ച് വരുന്നുണ്ട്. ആ സ്റ്റിച്ച് മുതൽ ഈ ഒരു ഭാഗം മൊത്തം ഈ ഓപ്പൺ വരെ ഫ്രണ്ടിനും പിന്നെ മറ്റേ ഭാഗം ബാക്കിനാണ് സൈഡിനാണ് വരിക. അപ്പോൾ അളവിനനുസരിച്ച് വേണം നമ്മൾ ഞൊറി വിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു സെൻറ്ററിൽ നിന്നാണ് തുടങ്ങുന്നത് കേട്ടോ. നമ്മുടെ ആ സ്റ്റിച്ച് വരുന്ന ആ ഭാഗത്തു നിന്നാണ് നമ്മൾ ഞൊറി വിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് അളവ് വന്നിട്ടുള്ളത് 14 ഇഞ്ചിലാണ് കേട്ടോ. നമ്മൾ യോക്കിൻ്റെ അടിവശം വന്നിട്ടുള്ളത് യോക്ക് റൗണ്ട്. അപ്പോൾ ആ ഒരു അളവിനാണ് ഞാൻ അവിടെ ഞൊറി വിട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും അറ്റത്ത് ഞാൻ ഞൊറി വിട്ട് കൊടുക്കണില്ല, കാരണം നമുക്ക് ഷേപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ തയ്ച്ച് കൊടുക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഭാഗം വിട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ 14 ഇഞ്ചിലിങ്ങനെ നമ്മൾ ബേക്കിലും ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ ഞെറി വിട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്കിത് ജോയിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മളത് ഇതവിടെ നമ്മൾ ഞൊറിവ് ഇട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ പാകത്തെ യോക്ക് റൗണ്ടിൻ്റെ അതേ അളവിന് തന്നെ നമ്മൾ സ്കേർട്ടിൻ്റെ റൗണ്ടും മുകൾ റൗണ്ടും ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് രണ്ടും ജോയിൻ ചെയ്ത് കൊടുക്കാം. നമ്മളെ യോക്കുമ്പോഴേക്ക് നമ്മൾ ഈ സ്കേർട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഒരു സെൻറ്ററും നമ്മളെ യോക്കിൻ്റെ സെൻറ്ററും സ്കേർട്ടിൻ്റെ സെൻറ്ററും മുഖാമുഖം വെച്ചെടുക്കുക. അതുപോലെ ഫേസ് നല്ല വശങ്ങൾ മുഖാമുഖം വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ചീത്തവശത്ത് കൂടെ ഇങ്ങനെ ഒരു 1/2 ഇഞ്ചിൽ ഇങ്ങനെ തയ്യൽത്തുമ്പ് വിട്ടിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ ഫ്രണ്ട് വശം അതുപോലെ ബാക്ക് വശം ചെയ്തെടുക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഒരു സൈഡ് മാത്രം ഓപ്പൺ ആയിട്ട് കിടക്കുകയാണല്ലോ. അപ്പോൾ അത് നമുക്കൊന്ന് ക്ലോസ് ആക്കണം, സ്റ്റിച്ച് ചെയ്യണം.
അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സമയത്ത് തന്നെയാണ് നമുക്ക് ഇനി ഈ ഭാഗത്തേക്കുള്ള നമ്മൾ ഈ വള്ളി വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ മറ്റേ വള്ളി എവിടെയാണോ കിടക്കുന്നത് അതിൻ്റെ ഒരു അളവ് നോക്കിയിട്ട് ആ സ്ഥാനത്ത് തന്നെ നമ്മൾ വള്ളി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല വശങ്ങളൊക്കെ മുഖാമുഖം വെച്ചിട്ട് നമ്മൾ എത്രത്തോളം തയ്യൽ തുമ്പ് വിട്ടിട്ടുണ്ട് അതിനനുസരിച്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ സ്റ്റിച്ചിങ് കഴിഞ്ഞ് നമ്മൾ ഫ്രോക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ആർക്കും തയ്ക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ ഫ്രോക്കാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.